ഹലോ ഗായ്സ്, ഇന്ന് ഡിസംബർ 25 കേട്ടോ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ്. ഓക്കെ, അപ്പോൾ മന്തിക്ക് ആവശ്യമായിട്ടുള്ള റൈസാണ് സെല്ല റൈസ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങിയ നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് സെല്ല റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെല്ല റൈസ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ കാണാതിരിക്കാം. അപ്പോൾ ഇതാണ് സെല്ല റൈസ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വേറൊരു കുക്കർ എടുത്തിട്ട് സ്റ്റവ് ഓൺ ചെയ്യരുത് കേട്ടോ. അതിന് മുന്നേ നമുക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, പിന്നെ കുരുമുളക് പൊടി, ലേശം ഫുഡ് കളറ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല കുറച്ച് 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തോട്ടോ. പിന്നെ നല്ലപോലെ ചോപ്പ് ചെയ്തൊരു ക്യാപ്സിക്കം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാമേ, എല്ലായിടത്തും ആ മസാലയിൽ നിന്ന് എത്തണം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. എൻ്റെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 2 ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സെല്ല റൈസ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 3 പച്ചമുളക് ഇതിൽ ഓരോ സൈഡിലും വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഓറഞ്ച് റെഡ് ഫുഡ് കളറ് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചാലിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മന്തിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, റെഡും യെല്ലോ കളറും, ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ്. ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓപ്ഷണലാണ്.
ഇനി നമുക്കിതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടുപ്പ് വെച്ച് ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഒരു വിസിലടിക്കാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ അടിക്കാൻ നിൽക്കരുത്, അത് കൂടി കലങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ റൈസിൻ്റെ ഒരു മന്തി റൈസിൻ്റെ ഒരു ഇതാവണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മന്തി റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ ഇത്രയും നാളെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ താങ്ക് യു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.